നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം വേഴത്തിന്റെ രാശിമാറ്റമാണ്. വേഴം ഇപ്പോഴിതാ രാശി മാറിക്കഴിഞ്ഞു. വേഴം കർക്കിടകൻ രാശിയിലെത്തിയിരിക്കുന്നു. ഇപ്പൊ കർക്കിടകൻ രാശിയിലാണ് വേഴം നിൽക്കുന്നത്. വേഴം രാശി മാറി. വേഴത്തിന്റെ ഈ രാശിമാറ്റം മൂലം 7 രാശിക്കാർക്ക് നല്ല കാലം വരുന്ന സമയമാണ്. 7 രാശിക്കാർ നല്ല സമയം വരും. അപ്പോ ഞാൻ ഇന്നിവിടെ പറയുന്ന കന്നി രാശിക്കാരെ പറ്റിയാണ്. മറ്റേ രാശികളുടെ കാര്യങ്ങളൊക്കെ മറ്റേ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കന്നി രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? ഉത്രമുക്കാൽ, അത്തം, ചിത്തിര, അര. ഇത് കന്നി രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. 2026 ജൂൺ 2 മുതൽ ഒക്ടോബർ 31 വരെ വേഴം ഇനി കർക്കിടകൻ രാശിയിൽ നിൽപ്പാണ്. ആ വേഴം കർക്കിടകൻ രാശിയിൽ എങ്ങനെയാണ് നിൽക്കുന്നതെന്നും കൂടി നമ്മൾ ആലോചിക്കണം. കാരണം വേഴത്തിന്റെ ഉച്ചരാശിയാണ് കർക്കിടകൻ രാശി. ഒരു ഗ്രഹം തന്റെ ഉച്ചരാശിയിൽ നിന്നാൽ അവന് രാശിബലം കൂടും, ഉച്ചബലം കൂടും, ഗ്രഹബലം കൂടും. മനസ്സിലായോ? അപ്പൊ അവരുടെ ഫലദാന ശേഷി ഇരട്ടിയാവും, വർദ്ധിക്കും. ഈ ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ ഒരു ഗ്രഹം ആ ഗ്രഹത്തിന് വളരെയധികം നേട്ടങ്ങൾ ഓരോരോ നക്ഷത്രക്കാർക്കും തരാൻ കെൽപ്പുണ്ടാവും. അവർ അതിനുള്ള ഒരു ഊർജബലം ഈ വേഴത്തിന് ഉണ്ടാവും. വേഴം ആരാണ്? ധനകാരകനാണ്. അതുകൂടാതെ സർവേശ്വരകാരകൻ കൂടിയാണ് വേഴം. അപ്പൊ ആ വേഴത്തിന് ഈ പറഞ്ഞ കന്നിരാശിയിൽ നിൽക്കുന്ന ഉത്രമുക്കാൽ, അത്തം, ചിത്തിരാരായി ഈ നക്ഷത്രക്കാർക്ക് ഫലാനുഭവങ്ങൾ കൂടുതൽ കൊടുക്കുന്ന ഒരവസരമാണ്. അപ്പൊ കന്നിരാശിയുടെ എത്രാമത്തെ രാശിയിലാണ് വേഴം നിൽക്കുന്നത്? 11ാമത്തെ രാശിയിലാണ്. മനസ്സിലായ? കർക്കിടകൻ രാശി കന്നി രാശിയുടെ 11ാമത്തെ രാശിയാണ്. ഈ 11 എന്ന് പറഞ്ഞ എന്താണ്? ശുഭസ്ഥാനമാണ്. 11 ജ്യോതിഷപരമായിട്ട് നോക്കുമ്പോൾ ശുഭസ്ഥാനമാണ്. അതുകൂടാതെ ലാഭത്തിന്റെ ഭാവമാണ്, വരവിന്റെ ഭാവമാണ്. ഏത്? ഈ 11ാം രാശി. അപ്പോ കന്നിരാശിക്കാരുടെ 11ലെ വേഴം ഇവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും തരുന്ന സമയമാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളും മാനസിക പ്രയാസങ്ങളും വിഷമതകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഒരു ശാപമോക്ഷം കിട്ടുന്ന ഒരു സമയമാണ്. തങ്ങളുടെ കടബാധ്യതകൾ ഒഴിഞ്ഞു പോകാൻ ഇടവരും. കാരണം വേഴം ധനകാരകനാണ്. അതുകൊണ്ടാണ് തന്റെ കടങ്ങൾ വീട്ടാൻ, കടബാധ്യതകൾ കൊടുത്തു തീർക്കാൻ ഇവർക്ക് കഴിയും. നിങ്ങൾ ചെയ്യുന്ന, ഈ നക്ഷത്രക്കാർ ചെയ്യുന്ന ഏതു പ്രവർത്തികൾക്കും അവിടെ ഒരു ഈശ്വരാധീനം ഉണ്ടാവും. കാരണം വേഴം സർവേശ്വര ഗ്രഹമാണ്. അതാണ്. അപ്പോ ഇവരെ സംബന്ധിച്ച് ഏതൊരു കാര്യത്തിനും ഇരട്ടി ഫലം കിട്ടുന്ന സമയമാണ്. ഏതൊരു കാര്യം എന്ന് പറയുന്നത് നല്ല കാര്യങ്ങൾക്കട്ട. അവിചാരിതമായ ധനനേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് അവരുദ്ദേശിക്കാത്ത സമയത്ത് ധനപരമായ ചില കാര്യങ്ങൾ അവരിലേക്ക് വന്നു ചേരും. നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധന, പ്രമോഷൻ എന്നിവ കിട്ടാനും ഇടയുണ്ട്.
ബിസിനസ്സുകാർക്ക് ലാഭം കിട്ടാൻ ഇടയുണ്ട്. അവരുടെ കച്ചവട സംബന്ധമായി അവർക്ക് പുരോഗതിയും ലാഭവും കിട്ടാൻ. കാരണം ലാഭസ്ഥാനത്താണല്ലോ, ഇവരുടെ ലാഭസ്ഥാനത്താണ് വേളം നിൽക്കുന്നത്. അതുകൊണ്ടാണ് പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങാനും സാമ്പത്തികമായ വളർച്ച നേടാനും ഇവർക്ക് കഴിയണം ഈ സമയം. അതിനുവേണ്ടി ഈ 11 വേഴം ഇവരെ സഹായിക്കും. മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ തടസ്സമില്ലാതെ നടപ്പിലാക്കാൻ ഇവർക്ക് കഴിയുന്നതാണ്. സമൂഹത്തിലെ ഉന്നതന്മാരുമായി സൗഹൃദം സ്ഥാപിക്കാനും ഇവർക്ക് അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന വേഴത്തിനെ കൊണ്ട് കന്നിരാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾക്ക് ജീവിതത്തിൽ വലിയ പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമായി മാറും. ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.